വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തു. ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാണ് ആവശ്യം. അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് മാറ്റാനുള്ള നിർദ്ദേശം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണെന്നും കേരളം ഹർജിയിൽ വ്യക്തമാക്കി. ഹൈക്കോടതി വിധി നടപ്പാക്കുന്നതിലുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ സുപ്രീം കോടതിയെ ധരിപ്പിക്കുമെന്ന് ഇന്നലെ വനമന്ത്രി പറഞ്ഞിരുന്നു. കൊച്ചി ഇടപ്പള്ളിയിൽ നവജാത ശിശുവിന് വാക്സിൻ മാറി നൽകിയതായി പരാതി. ഇടപ്പള്ളി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലാണ് സംഭവം. BCG കുത്തിവയ്പ്പിന് പകരം നൽകിയത് 6 ആഴ്ചയ്ക്ക് ശേഷം നൽകേണ്ട കുത്തിവയ്പ്പാണ്. വീഴ്ച തിരിച്ചറിഞ്ഞതോടെ കുട്ടിയെ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു. എളമക്കര പോലീസ് പരാതി സ്വീകരിക്കാൻ ആദ്യം വിസമ്മതിച്ചെന്നും കുട്ടിയുടെ ബന്ധുക്കൾ ആരോപിച്ചു. കുട്ടി ജനിച്ചിട്ട് 8ാമത്തെ ദിവസം 1.5 മാസത്തിന് ശേഷം, അത് 6 ആഴ്ചയ്ക്ക് ശേഷം കൊടുക്കേണ്ട വാക്സിൻ ഈ 8ാമത്തെ ദിവസം കുട്ടിക്ക് അത് മാറി കുത്തിവെക്കുകയാണ് ഉണ്ടായത്. അത് സംഭവിച്ചത് നമ്മുടെ എറണാകുളം എടപ്പള്ളി ഫാമിലി ഹെൽത്ത് സെൻ്ററിൽ വെച്ചിട്ടാണ് ഉണ്ടായത്. ചങ്ങമ്പുഴ പാർക്കിനടുത്തുള്ളൊരു ഹെൽത്ത് സെൻ്ററാണ്. നമ്മൾ നോർമൽ ഡെലിവറി കഴിഞ്ഞുള്ള ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം അതിൻ്റെ നെക്സ്റ്റ് ഡേ നമ്മൾ ഈ വാക്സിനേഷന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ അവിടെ പോയതാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ഡോക്ടർ അവിടെ ഡ്യൂട്ടിയിലുണ്ട്. പക്ഷേ അവർ ഈ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുകയോ കുട്ടിയെ പരിശോധിക്കുകയോ ഒന്നും ചെയ്യാതെ കണ്ടിട്ട് ഒരു നേഴ്സിൻ്റെ തന്നിഷ്ടം തന്നെ കൊണ്ടിട്ടാണ് ഇത് സംഭവിച്ചത്. അവരാണ് പെട്ടെന്നായിട്ട് ഇഞ്ചക്ഷൻ ചെയ്തു. അതോടുകൂടിയിട്ട് തന്നെ നമ്മൾ അന്നേരം തന്നെ ഇത് മാർക്ക് ചെയ്ത് നമുക്ക് ചാർട്ട് വരുമ്പോൾ അതിൻ്റെ അകത്ത് മാർക്ക് ചെയ്ത് തന്നു. അങ്ങനെയാണ് നമ്മൾ അറിഞ്ഞത്. നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ നമ്മളോട് ഇറങ്ങി മാറി നിൽക്കാനാണ് കുട്ടിയുടെ അച്ഛനോട് പറഞ്ഞത്. ആ സമയം നമുക്ക് കുട്ടിയുടെ അമ്മ ബോധം കെട്ട് വീഴുകയും അങ്ങനെ ഒരു സീനുണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ഡോക്ടറും നഴ്സുമാരോട് കൂടിയിട്ട് കുട്ടീനെ പെട്ടെന്ന് തന്നെ നമ്മുടെ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്തത്. അന്നേരം തന്നെ അറിഞ്ഞു നമ്മൾ. അന്നേരം വിത്തിൻ ഒരു 10 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ വിവരം അറിഞ്ഞു. അതോടുകൂടിയിട്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഇവർ തന്നെ ഇനിഷ്യേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ കുട്ടീനെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത്. കുട്ടിയുടെ അവസ്ഥ ഞങ്ങൾ അതിന് ശേഷം അവിടുന്ന് നമ്മുടെ NICU അങ്ങനെ ഒരു ICU ഉണ്ട്. അവിടെ ICUവിൽ ഒരു സെക്കൻഡ് അറ്റൻഡ് ചെയ്യണം. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, ഇത് ഗുരുതരമായ ഒരു സംഭവമാണ്, വലിയ വീഴ്ചയാണ്. ഈ ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം എന്താണ്? ഒപ്പം ഈ കുട്ടിക്ക് ഇപ്പോൾ തൽക്കാലം ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? രഞ്ജിത്ത്, ഏറ്റവും ആദ്യം പറയേണ്ടത് കുട്ടിക്ക് നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. കാരണം കുട്ടിയുടെ ബന്ധു പറയുന്ന ചെറിയൊരു പനി ഒഴിച്ചാൽ മറ്റ് കുഴപ്പങ്ങൾ ഒന്നുമില്ല എന്ന് തന്നെയാണ്. എന്തായാലും കുട്ടി മറ്റൊരു ആശുപത്രിയിൽ തന്നെ ആശുപത്രിയിൽ നിരീക്ഷണത്തിലായിരുന്നു. ഇപ്പോൾ വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ആശ്വാസകരമായ ഒരു കാര്യം തന്നെ. പക്ഷേ ഏറ്റവും ഗുരുതരം രഞ്ജിത്ത് പറഞ്ഞതുപോലെ ഇത് വളരെ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. കാരണം BCG കുത്തിവയ്പ്പിന് പകരമായിട്ടാണ് ഇപ്പോൾ 6 ആഴ്ചയ്ക്ക് ശേഷം നൽകേണ്ട കുത്തിവയ്പ്പ്. ഇതെല്ലാം തന്നെ വാക്സിനാണ്, പ്രതിരോധമാണ് എന്നെല്ലാം പറഞ്ഞ് ആരോഗ്യ പ്രവർത്തകർ പലരോടും ബന്ധപ്പെടുമ്പോൾ അത് നിസ്സാരവൽക്കരിച്ച് ഇത് രണ്ടും വലിയ കുഴപ്പങ്ങൾ ശരീരത്തിന് ഉണ്ടാക്കില്ല, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്ന് പറയുമ്പോൾ പോലും ഇതിനൊരു ക്രമീകരണമുണ്ട്, ഇതിനൊരു രീതിയുണ്ട്. അതിനനുസരിച്ച് നൽകേണ്ടത് തന്നെയാണ്. പക്ഷെ അത് ഇത്ര ലാഘവത്തോടെ കൈമാറി പോകേണ്ട അല്ലെങ്കിൽ അത്ര ലാഘവത്തോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ ഒന്നും തന്നെ അല്ല. അത് തന്നെയാണ് ഇതിൽ ഏറ്റവും ഗുരുതരമാവുന്നത്. ഇതിൽ ആ കുത്തിവയ്പ്പ് നടത്തി അവർ അതിൽ രേഖപ്പെടുത്തും. നമ്മൾ ആ ചാർട്ട് ഇട്ടിട്ടുണ്ട്. അത് രേഖപ്പെടുത്തുമ്പോൾ തന്നെ 6 മാസത്തിന് ശേഷം 6 മാസം ആകുമ്പോൾ നൽകേണ്ടത് ആ കുത്തിവയ്പ്പിന്റെ ഇതിലാണ് അവർ എഴുതുന്നത്. അപ്പോൾ തന്നെ ഇത് അറിയുന്നു, ഇത് കുത്തിവയ്പ്പ് മാറിപ്പോയിട്ടുണ്ട്, ഇതിൽ മരുന്ന് മാറിപ്പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഈ അമ്മ അവിടെ വെച്ച് പെട്ടെന്ന് ബോധരഹിതരാകുന്നു. കാരണം വളരെ ഗുരുതരമായ ഒരു പിഴവ് എന്ന രീതിയിൽ തന്നെ ആകുന്നു. ആശുപത്രി ഇവിടെ തന്നെ നമ്മൾ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അവർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് റെഫർ ചെയ്തുകൊണ്ട് ഇവിടുത്തെ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. തുടർന്ന് കൂടുതൽ നിരീക്ഷണം, കാരണം അത് പെട്ടെന്ന് സംഭവിച്ചതാണ്. കാരണം ഇതിനു മുമ്പ് അങ്ങനെ ഒരു മാറ്റം, ഇങ്ങനെ കുത്തിവയ്പ്പ് മാറിപ്പോവുക അല്ലെങ്കിൽ മരുന്ന് മാറിപ്പോവുക എന്നുള്ള പെട്ടെന്ന് വരാത്തത് കൊണ്ട് തന്നെ ഇവിടുത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുന്നു. അവിടെ സ്വകാര്യ ആശുപത്രിയിൽ ആ കുട്ടിയെ പ്രവേശിപ്പിക്കുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കുടുംബം ഇതിൽ പരാതി നൽകുക. കാരണം പ്രത്യേകിച്ച് ഇതിൽ അവർ പറയുന്നത് മറ്റൊരാൾക്ക് ഇങ്ങനൊരു അനുഭവത്തിലൂടെ കടന്നു പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവർ പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതിൽ മറ്റൊന്നുകൂടി അവർ ചേർക്കുന്നു. പരാതിയുമായി എളമക്കര പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അത് ആദ്യം പറയുന്നത് നിങ്ങളിതിൽ ആർമയോടക്കം അവർ സംസാരിക്കുന്നു എന്ന് പറയുന്നു പോലീസ് ഉദ്യോഗസ്ഥർ. ഒപ്പം തന്നെയും ഇതിൽ പരാതി നൽകേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അവർ ചോദിക്കുന്നത്. തിരിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ ചോദിച്ചതെന്നാണ്
ഈ കുട്ടിയുടെ ബന്ധു നമ്മളോട് പറയുന്നത്. അങ്ങനെ ആ രീതിയിലുള്ളൊരു ശ്രമങ്ങളും ഉണ്ടാകുന്നു. പക്ഷേ പരാതി കൊടുക്കേണ്ടത് തന്നെയാണെന്ന നിലപാടിൽ തന്നെ കുടുംബം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ പരാതിയുമായി അവർ മുന്നോട്ട് പോകുമെന്ന് അറിയുന്നു. ഇവിടെ ആരോഗ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകിയിട്ടുണ്ട്. കാരണം ഇത് ഒരു ഗുരുതര സ്വഭാവമുള്ള വീഴ്ച തന്നെയാണ്. തീർച്ചയായും അങ്ങനെ വലിയൊരു വീഴ്ച ഇടപ്പള്ളി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ സംഭവിച്ചിരിക്കുന്നു. ഡാനി പോളാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ന്യൂസ് റൂം ലൈവ് തുടരുന്നു. UPI ഇടപാട് നടത്തിയതിന്റെ പേരിൽ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച സംഭവത്തിൽ ഉപഭോക്താക്കൾ നിയമ നടപടിക്ക് ഒരുങ്ങുന്നു. ഗുജറാത്തിലും തെലങ്കാനയിലുമൊക്കെ നാഷണൽ സൈബർ ക്രൈം രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് പലരുടെയും അക്കൗണ്ടുകൾ മരവിപ്പിച്ചത്. 6 മാസം മുൻപാണ് തിരൂർ സ്വദേശിയും പ്രവാസിയുമായ താഹിറിന് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഫറോക്ക് ശാഖയിലുള്ള അക്കൗണ്ട് മരവിപ്പിച്ചുകൊണ്ടുള്ള മെയിൽ ലഭിച്ചത്. രാജസ്ഥാനിൽ 50,000 രൂപയുടെ തട്ടിപ്പ് നടത്തിയ ആളുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി എന്നുള്ള മറുപടിയാണ് അന്വേഷണത്തിൽ ലഭിച്ചത്. 4 ലക്ഷം രൂപയുടെ ഇടപാടുകൾ മരവിപ്പിച്ചു. രാജസ്ഥാനിലെ ഒരു സ്ത്രീയുടെ പരാതിയിലായിരുന്നു നടപടി. രാജസ്ഥാനിലെത്തി അന്വേഷിച്ചപ്പോൾ കേസ് ഒഴിവാക്കാൻ നാഷണൽ സൈബർ ക്രൈം വിഭാഗം 50,000 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടെന്നും 15,000 രൂപ നൽകി പ്രശ്നം അവസാനിപ്പിച്ചെന്നും താഹിർ പറഞ്ഞു. ആണ് ബാങ്കിന്റെ HOയിലേക്ക് അയക്കുന്നത്, ഈ FRM സെല്ലിലേക്ക്. ഇവരാണ് ഇത് HOയിലേക്കും ബ്രാഞ്ചിലേക്കൊക്കെ കൊടുക്കുന്നത്. ആ അക്കൗണ്ടിലേക്ക് ഞാൻ മാനേജർ വിളിച്ചു, സാർ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, ഇത് ജെന്യൂനിറ്റി എത്രത്തോളം എന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡീറ്റെയിൽ കാണിച്ചത് ബാങ്കിലേക്ക് അയച്ചു. സെയിം ഇവരെ എടുക്കാണോ ഫ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചേക്കുന്നത്, അങ്ങോട്ട് തന്നെ ഇത് അൺഫ്രീസ് ചെയ്യാൻ വേണ്ടി മെയിൽ പോകുന്നത്. കാശ് കൊടുത്ത് ജസ്റ്റ് 2 ഹവറിനുള്ളിൽ ബാങ്ക് അക്കൗണ്ട് അൺഫ്രീസ് ആയി. മലപ്പുറം സ്വദേശി മുഹമ്മദ് ഇർഷാദിന്റെ 4 ബാങ്ക് അക്കൗണ്ടുകളാണ് 5 മാസം മുൻപ് സമാനമായ രീതിയിൽ മരവിപ്പിച്ചത്. 6 ലക്ഷം രൂപയാണ് 4 അക്കൗണ്ടുകളിലായി ഉണ്ടായിരുന്നത്. ഇതുവരെ ഒരു അക്കൗണ്ട് പോലും പ്രവർത്തനക്ഷമമായിട്ടില്ല. UPI വഴി കള്ളത്തരം നടത്തിയ ആളുമായി ഇടപാടുണ്ടായതാണ് ഇർഷാദിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ കാരണം. ഇവർ പറയുന്ന വിക്ടിമിനെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെ കേസ് കൊടുത്ത ആളുകളെ നമുക്കുമായി പരിചയപ്പെടുത്തി തരാനോ ഇവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു വശം. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായ അബ്ദുൾ ഹമീദിന്റെ ഫെഡറൽ സൗത്ത് ഇന്ത്യൻ ബാങ്കുകളിലെ 7.5 ലക്ഷം രൂപയാണ് മരവിപ്പിച്ചത്. സാമ്പത്തിക ക്രമക്കേട് നടത്തിയ ആളുമായി പണമിടപാട് ഉണ്ടെന്ന കണ്ടെത്തലാണ് അബ്ദുൾ ഹമീദിന്റെ 2 അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ ഇടയാക്കിയത്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ആ ഒരു എമൗണ്ട് മാത്രമേ അവിടെ ലീനായി കിടക്കുന്നുള്ളൂ. അല്ല, സൗത്ത് ഇന്ത്യയിൽ മറ്റേ ഫെഡറലിൽ എല്ലാ എമൗണ്ടും, അതിന് മുന്നുള്ള എമൗണ്ടും പിന്നെ വേറെ നമ്മൾ പല ബിസിനസ് ഉണ്ട്, ആ രീതിയിൽ വന്ന എമൗണ്ട്, എല്ലാ എമൗണ്ടും, അതായത് ആ അക്കൗണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ചുള്ള പോലീസുകാരടങ്ങിയ ലോബിയാണ് നീക്കത്തിന് പിന്നിലെന്ന് ആരോപണമുണ്ട്. വലിയ കൈക്കൂലി നൽകിയാൽ കേസ് ഒഴിവാക്കിക്കൊണ്ട് ബാങ്കുകൾക്ക് ഈ പോലീസ് ഓഫീസർമാർ മെയിൽ അയക്കും. കേരളത്തിന് പുറത്തെ തട്ടിപ്പിടപാടുകളുടെ പേരിലാണ് ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കലിലേറെയും. അക്കൗണ്ട് മരവിപ്പിച്ച കേരളത്തിലെ 100 കണക്കിന് ആളുകൾ ചേർന്ന് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ശ്രമത്തിലാണിവർ. ക്യാമറാമാൻ ഷാഫിക്കൊപ്പം S വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. വിഷുവിനെ വരവേറ്റ നാട്. വിഷുപ്പുലരിയിൽ കണ്ണനെ കണി കാണാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൻ തിരക്ക്. പുലർച്ചെ 2:45 മുതൽ 3:45 വരെയായിരുന്നു വിഷുക്കണി ദർശനം. മേൽശാന്തി ശിവകരൻ നമ്പൂതിരി ഗുരുവായൂരപ്പന് കണി കാണിച്ച ശേഷം ഭക്തർക്കായി ശ്രീലകവാതിൽ തുറന്നു. കണി ദർശനത്തിനെത്തിയ ഭക്തർക്ക് ക്ഷേത്രം മേൽശാന്തി തോട്ടം ശിവകരൻ നമ്പൂതിരി വിഷു കൈനീട്ടം നൽകി. ശബരിമലയിലും വൻ ഭക്തജന തിരക്കാണ്. പുലർച്ചെ 4 മണിക്ക് നട തുറന്നു. 7 മണിവരെ വിഷുക്കണി കാണാൻ അവസരമൊരുക്കി. ഭക്തർക്ക് കൈനീട്ടവും നൽകി. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന വയനാട് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വിഷുക്കണി ദർശനത്തിൽ തിരക്കായിരുന്നു. പുലർച്ചെ 4 മുതലായിരുന്നു ദർശനം. ക്ഷേത്രതന്ത്രി EN കൃഷ്ണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലായിരുന്നു പൂജാ ചടങ്ങുകൾ. പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. താമരശ്ശേരി തട്ടിക്കൊണ്ടുപോകൽ അന്വേഷണം രവി പൂജാരയിലേക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. ടോം കുര്യാക്കോസ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകുന്നു. ടോം, ഈ രവി പൂജാര ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ കേസിന്റെ വ്യാപ്തി വലുതാവുകയാണ്. എങ്ങനെയാണ് ഇയാളെ സംശയിക്കുന്നത്? രഞ്ജിത്ത്, ഈ താമരശ്ശേരിയിൽ നിന്നും പ്രവാസിയായ ഷാഫി എന്ന യുവാവിനെ
തട്ടിക്കൊണ്ടു കേസിലേക്ക് നിലവിൽ അന്വേഷണം നീങ്ങുന്നത് അധോലോക കുറ്റവാളി രവി പൂജാരിയുടെ സംഘത്തിലേക്കാണ്. നേരത്തെ ഈ ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിൽ സമാനമായ രീതിയിൽ പ്രവർത്തിച്ച ഒരു സംഘമാണ് ഈ രവി പൂജാരിയുടെ സംഘമാണ്. രവി പൂജാരിയുടെ സംഘത്തിലുള്ള നിസാം സലീം എന്ന മോനായി, അതായത് മോനായിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഈ ഷാഫിയെ താമരശ്ശേരിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയെന്ന ചില സൂചനകളാണ് ലഭിച്ചു. ഇതിനു മുൻപ് ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഈ സംഘം ഇതിനു മുൻപ് നിരവധി യുവാക്കളെ സമാനമായ രീതിയിൽ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി അവരിൽ നിന്നും വില പേശിക്കൊണ്ട് പണം തട്ടിയിരുന്നു. അതേ രീതിയിലുള്ളൊരു മാർഗം തന്നെയാണ് ഈ ഷാഫിയുടെ തട്ടിക്കൊണ്ടുപോകുന്ന കേസിലും ഉണ്ടായിരിക്കുന്നത്. കാരണം സൗദിയിൽ നിന്ന് 325 കിലോ സ്വർണം കടത്തിക്കൊണ്ടുവന്ന ഷാഫിയുടെ സഹോദരൻ നൗഫലും ഇവരെ കേന്ദ്രീകരിച്ചാണ് ഈ കൊട്ടേഷൻ സംഘം പ്രവർത്തിച്ചത്. കാരണം ഇത് 20 കോടി രൂപയാണ് ഈ സംഘത്തിൽ നിന്ന്, അതായത് ഷാഫിയിൽ നിന്നും ഈ ഒരു വിഭാഗത്തിന് വേണ്ടത്. അവരാണ് ഈ രവി പൂജാരിയുടെ സംഘം, അതായത് നിസാം സലീമിന് കൊട്ടേഷൻ നൽകിയത്. പക്ഷെ ആരാണ് കൊട്ടേഷൻ നൽകിയതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ എന്തായാലും നിലവിൽ ഈ അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ ഈ നിസാം സലീമിലേക്കാണ് നീങ്ങുന്നത്. നിസാം സലീം വിദേശ രാജ്യത്തു നിന്നാണ് ഈ കൊട്ടേഷൻ സംഘത്തെ നിയന്ത്രിക്കുന്നത്. നിസാം സലീമാണ് ഇതിന്റെ പിന്നിലെന്ന ചില സൂചനകളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിനും ലഭിച്ചിരിക്കുന്നത്. ആ രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം നീങ്ങുന്നത്. എന്തായാലും കേസിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാകുന്നു എന്ന ചില സൂചനകൾ. കാരണം ന്യൂസ് 18 കഴിഞ്ഞ ദിവസങ്ങളിൽ 2 വീഡിയോ പുറത്തുവിട്ടിരുന്നു. ഷാഫിയുടെ അജ്ഞാത ഗ്രന്ഥത്തിന് 2 വീഡിയോകൾ. ഇത് വിദേശ രാജ്യത്തു നിന്നാണ് നമുക്കും ലഭിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘവും ആ രീതിയിൽ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം നീങ്ങിയത്. അവിടെയാണ് അന്വേഷണ സംഘത്തിന് ചില സൂചനകൾ ലഭിച്ചത്. അതായത് വിദേശത്തു നിന്ന് നിസാം സലീമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന ചില സൂചനകളിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുകയാണ്. എന്തായാലും ഉടൻ തന്നെ ഷാഫിയെ ഈ മോചിപ്പിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുണ്ട്. ഷാഫി എവിടെയാണെന്ന സൂചനകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്ന ചില വിവരങ്ങളും നമുക്ക് ലഭിക്കും. എന്തായാലും കേസിന് ഒരു കൃത്യമായ വഴിത്തിരിവുണ്ടാകുന്നു. തീർച്ചയായും ടോമാണ് വിവരങ്ങൾ പങ്കുവച്ചത്. രവി പൂജാരിലേക്കും അന്വേഷണം പോകുന്നു. ഈ കേസിന്റെ വ്യാപ്തി അത് വലുതാവുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.